തൃശ്ശൂർ പൂരം ആവേശകരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂരപ്പറമ്പിൽ തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥിയായ ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം സജീവമായി തന്നെ പൂരപ്പറമ്പിലുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. സുരേഷ് ചേട്ടാ, ആദ്യം തന്നെ പൂരാശംസകൾ. എങ്ങനെ, എത്രത്തോളം ആവേശമാണ് പൂരം? ഗംഭീരമല്ലേ, അതിപ്പം ഇങ്ങനെ കൂടി വരികയല്ലേ അല്ലേ. ആദ്യം മുതലേ ഒരു ഭയങ്കര ഒരു എക്സ്ട്രാ ടെമ്പോയിൽ നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് കമൻട്രിയിൽ കേൾക്കുന്ന കാലം മുതൽ നല്ല ടെമ്പോയിലാണ്. ഇപ്പോൾ അതിൻ്റെ കുറച്ച് പിന്നെ ആസ്വാദകരുടെയും ഇതിനകത്ത് ആവേശം കൊള്ളുന്ന ഒരു വിഭാഗത്തിൻ്റെ ആവേശം കൊള്ളുന്നവരുടെ എല്ലാ ആവശ്യത്തിലേക്ക് ഭയങ്കരമായിട്ട് ഇരച്ചിരമ്പി കയറുകയല്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടുണ്ട്, അതിനിടയിൽ കൂടെയാണ് പൂരത്തിന്റെ ചൂട്. അപ്പം ശരിക്കും അല്ല, പൂരത്തിന്റെ ചൂട് അതിനിടയ്ക്കൂടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതാണ്. അപ്പം അതൊരു ഇരട്ടി ആവേശമാവുകയാണ്. അത് ആർക്കാണെന്നുള്ളത് ചോദിക്കണം. നമുക്ക് ഇലക്ഷൻ എന്ന് പറയുന്നത് ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും മറ്റത് നമ്മുടെ അവകാശമാണ്. പൂരം ഈ പൂരത്തിന് ആദ്യമായിട്ട് എപ്പോഴാണ് വന്നത്? ഇല്ല, കണ്ടിട്ടേ ഇല്ല, ഇന്നുവരെ കണ്ടിട്ടില്ല. TV യിലൂടെ കണ്ടതേ ഉള്ളൂ, പിന്നെ കമൻട്രിയിലൂടെ. വരുന്നതിനൊക്കെയായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അല്ലേ പറമ്പിൽ? പിന്നെ എന്തായിരിക്കും പൂരത്തിൽ ഏറ്റവും കാണാനൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? എല്ലാം പൂരത്തിൻ്റെ എല്ലാം, ഇലഞ്ഞിത്തറ മേളം അടക്കം എല്ലാം കേൾക്കാനും കാണാനും ഒക്കെ ഇഷ്ടമാണ്. ഇന്നിപ്പോൾ എങ്ങനെയാണ് പൂരപ്പറമ്പിലോട്ട്? ഒന്നുമില്ല, ഞാൻ എന്താ പോയി കിടക്കുക. ഞാൻ രാവിലെ 2 മണിക്ക് എഴുന്നേറ്റ് 4 മണിയായപ്പം നെയ്തലക്കാവിലെത്തി. ഭഗവതിയൊക്കെ തൊഴുതു, ശാസ്താവിനെ തൊഴുതു. ഷർട്ടിൽ ഉൾപ്പെടെ പൂരത്തിന്റെ ഒരു ആവശ്യം തന്നെ. ഇത് പഴയ ഷർട്ടാണെന്ന്